നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് പുറകിൽ മറഞ്ഞിരുന്നത് എന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ആർത്തിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയ്യോ ഗായത്രി, മാപ്പ്. എന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ഗോപിയേട്ടന്റെ രണ്ടാം ഭാര്യയായി ഇവിടെ വന്ന് കേറി സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി നീ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാതെ പോയി. ഒടുവിൽ നിന്റെ ലക്ഷ്യം ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം നീ സാധിച്ചു. നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എങ്ങനെ മറക്കാനാ? മരണം വരെ നിനക്കത് മറക്കാനാവില്ലല്ലോ. പ്രഭാവതി, നീയും നിന്റെ സഹോദരൻ പ്രതാപനും കൂടി ചതി ഒരുക്കി കാത്തിരുന്നിട്ട് അവസാനം വളരെ വിദഗ്ധമായി നീ എനിക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകി. ഞാനത് അറിയാതെ കുടിച്ചു. അവിടെ തീർന്നു ഗായത്രി ദേവിയുടെ ജന്മം. നിന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചല്ലേ നീ എന്നെ കൊന്നത്? എനിക്ക് നിന്റെ മക്കളെ പോലെ തന്നെ പറക്കമുറ്റാത്ത ഒരു മകനുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നിന്റെ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെട്ട് അവരെ വേദനിക്കും പോലെ തന്നെ എന്നെ നഷ്ടപ്പെട്ട് എന്റെ മോനും വേദനിക്കുമെന്ന് ചിന്തിക്കാതെ അമ്മയെ നഷ്ടപ്പെട്ട് അവന്റെ ജീവിതം കണ്ണീരിലാകുമെന്ന് ചിന്തിക്കാതെ നീ എന്നേക്കുമായി എന്നെ ഇല്ലായ്മ ചെയ്തു. നീ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ എന്നെ കൊന്നത്? എന്നിട്ടിപ്പോ എന്തായി? ആ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റിയോ? പ്രഭാവതി, നിനക്ക് ഞാൻ ഇത്രയും നാളും ആയുസ് നീട്ടി തന്നു. എന്തിനാണെന്ന് അറിയാമോ? വിശാലിന് വേണ്ടി. നിന്റെ സ്നേഹം കപടമാണെന്നറിയാതെ പാവം എന്റെ മോൻ നിന്നെ എന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചു പോയി. അവൻ എന്നെ പോലെ തന്നെ നിന്നെയും ജീവന തുല്യം കണ്ടുപോയി. നിന്നെ ഞാൻ ഇതിനു മുൻപ് കൊന്നിരുന്നെങ്കിൽ സത്യം ഒന്നും അറിയാതെ എന്റെ മോൻ നിന്റെ വേർപാടിൽ ഒരുപാട് ദുഃഖിക്കും. അതൊഴിവാക്കാനാ ഞാൻ നിന്നെ ഇത്രയും നാളും കൊല്ലാതിരുന്നത്. ഇനി നിന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. നിന്നെ കൊല്ലണം. നിന്നെ കൊല്ലണം എനിക്ക്. ഗായത്രി, വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ കൊല്ലരുത് ഗായത്രി. ഇല്ല, ഇനി നിന്നെ കൊല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ നീ എന്നെ കൊന്നതുപോലെ എന്റെ മകനെയും കൊല്ലാൻ നോക്കുക. അതിന് നിന്നെ അനുവദിക്കാൻ പറ്റില്ല. ഇത്രയും നാളും എന്റെ മരുമകൾ പാർവതി അവനെ രക്ഷിച്ചതുകൊണ്ടാ അവൻ ജീവനോടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. ദുഷ്ടയായ നീ എന്റെ മകനെ പോലെ തന്നെ അവളെയും കൊല്ലാൻ ശ്രമിച്ചു. ഇനി നീ ജീവനോടെ ഈ ഭൂമിയിൽ വേണ്ട പ്രഭാവതി.